പവർ റൂമിൽ പോവാൻ പവറായിട്ടുള്ള കുറച്ച് ആൾക്കാരെ നിർദ്ദേശിക്കാൻ കണ്ടസ്റ്റൻസിനോട് ആവശ്യപ്പെട്ട് ബിഗ് ബോസ്. അതിന്റെ ഇടയിൽ ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള വഴക്ക്. ജിൻഡോ പറയുന്നു, നീ എപ്പോഴും ഗബ്രിയുടെ കൂടെ അല്ലെങ്കിൽ ഗബ്രിയലിന്റെ കൂടെ ഇരിക്കാനല്ലേ ശ്രമിക്കുന്നത് ജാസ്മിൻ എന്നുള്ളൊരു ഡയലോഗ് പറയുന്നു. അപ്പം പവർ റൂമിൽ പോവാൻ ഇവിടെ പണിയെടുക്കുന്നു, അടിച്ചു വരുന്നതും തുടയ്ക്കുന്നതൊന്നും അല്ല, തലയ്ക്കായി താൽ താമസം വേണം ജിൻഡോ, അതാ അങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ. സോ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും ഒരു പൊട്ടിത്തെറി കലഹം ഉണ്ടായിരിക്കുകയാണ്. എന്താണ് സംഭവം എന്നൊക്കെ നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈവ് അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്കും കൂട്ടി അടിച്ചിട്ടേക്കുക. സോ എന്തായാലും എന്താണ് സംഭവം എന്ന് നോക്കുകയാണെങ്കിൽ, പവർ റൂം, അതായത് നമ്മൾ വിചാരിച്ച കഴിഞ്ഞ വീക്കിലെ പവർ ടീം തന്നെയായിരിക്കും ഈ വീക്കിൽ ഉണ്ടാവുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് എന്തോ ചെറിയൊരു ഡിസ്റ്റ് സംഭവിക്കാൻ പോകുന്നു എന്നാണ് തോന്നുന്നത്. ആ ഒരു പ്രൊമോയിൽ കണ്ടപ്പോൾ മനസ്സിലായത്. അതായത് പവർ റൂമിൽ ഇപ്രാവശ്യം ഇവിടുത്തെ കണ്ടസ്റ്റൻസിനെ തീരുമാനിക്കുകയാണ് ആരൊക്കെയാണ് പവർ റൂമിൽ പോകാൻ അർഹരായിട്ടുള്ള ആൾക്കാരെന്ന്. സോ അങ്ങനെ തീരുമാനിക്കാൻ പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ജാസ്മിൻ പവർ റൂമിൽ പോകാൻ അർഹയല്ല എന്നുള്ളൊരു ടോക്ക് വരികയാണെന്ന് തോന്നുന്നു. അതായത് ഭൂരിഭാഗം ടൈമും ഗബ്രിയലിന്റെ കൂടെ ഇരിക്കുകയാണ്. സോ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ജിൻഡോ പടച്ചു വിടുകയാണ്. സോ ജിൻഡോ ഗെയിമിലേക്ക് കംപ്ലീറ്റ്ലി ഓൺ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നോക്ക്. രതീഷ് പോയപ്പോൾ ജിൻഡോയുടെ ഗെയിം കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത പോലെ ഒരു ഫീലിംഗ്. പിന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് നോക്കുകയാണെങ്കിൽ, ലൈവിലും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ എല്ലാവരും വേറൊരു ടൈപ്പ് ഗെയിമിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്സരയുടെ ഗെയിം മാറിയിരിക്കുന്നു. അപ്സര ഭയങ്കര ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റായി മാറുകയാണ്. റസ്മിൻ ഭായിയുടെ ഗെയിമും വളരെ സ്ട്രോങ് ആയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഗെയിമിലേക്ക് ഫുൾ ഓൺ വേറൊരു വൈബ് ഗെയിമിലേക്ക് മാറിയിട്ടുണ്ട് സത്യമായിട്ടും. അതായത് രതീഷ് ബ്രോ ഉണ്ടായിരുന്ന ടൈമില് ഭൂരിഭാഗം ക്യാമറ സ്പേസും കാര്യങ്ങളൊക്കെ രതീഷ് ബ്രോയിലേക്ക് പോയപ്പോൾ ഇപ്പം കംപ്ലീറ്റ്ലി എല്ലാവരിലേക്കും ക്യാമറ ചുറ്റുന്നുണ്ട്. സോ എന്തായാലും ഒരു നല്ല ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു വൈബ് അവരോട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും നമുക്ക് ലൈവ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സോ എന്തായാലും ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള അടി എന്തായാലും നല്ലൊരു ഫൈറ്റിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. പവർ റൂമിൽ പോകാൻ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഇപ്രാവശ്യത്തെ വീക്കിലി ടാസ്ക് എങ്ങനെയാണെന്നും അതിലും പവർ റൂമിൽ എന്തെങ്കിലും അധികാര കാര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. സോ നമുക്ക് നോക്കാം ആരൊക്കെയാണ് പവർ റൂമിൽ പോകുന്നത് എന്നുള്ള അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പം എന്തായാലും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. എന്തായാലും ഒരു കിടിലൻ അടിക്ക് വേണ്ടി ലൈവ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പവർ റൂം. എന്തായാലും എനിക്ക് തോന്നുന്നു ഗബ്രിയൽ പവർ റൂമിൽ ക്വിറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ പവർ റൂമിലേക്ക് വരാനുള്ള സാധ്യതകളും അങ്ങനെയും സാധ്യതകൾ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാൻ.